യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളെ കാണാനും സാധിക്കുന്നതാണ്. ആൻഡ് ഓൺ എയർ ലൈവ് ആണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക 800147 ആണ് നമ്മുടെ UA ടോൾ ഫ്രീ നമ്പർ. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ന് മിക്ക രാജ്യങ്ങളിലും ഓഫായിരിക്കാം, ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് വീക്കെൻഡ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ്. ഇനി മറ്റ് GCC രാജ്യങ്ങളിലുള്ളവർക്ക് വിളിക്കാനായി 0097145251476 യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ വെബ് കോൾ വഴി ജോയിൻ ചെയ്യാം 009715082811476 ആ ഒരു നമ്പറിലേക്ക്. അത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് PNP എന്ന മെസ്സേജ് അയച്ചാൽ മതി. ഒരു ലിങ്ക് ലഭിക്കുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് അധികം ഇരുത്തി സംസാരിക്കുന്നില്ല, നമ്മൾ രഞ്ജിനി ചേച്ചിയിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചിയുടെ വോയിസിൽ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ കാഷ്വൽ അനൗൺസറാണ് ഇപ്പോൾ. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. 2-3 സിനിമയിൽ ചെയ്തു. ഇനി ഒരെണ്ണം ഇപ്പോൾ റിലീസ് ആവാനുണ്ട് അടുത്ത മാസം. അങ്ങനെ പാട്ടും കാര്യങ്ങളുമായിട്ട് പോകുന്നു. 6 മാസം ആകുമ്പോഴേക്കും വിസ റിന്യൂ ചെയ്തിട്ട് വീണ്ടും കുറച്ച് ദിവസം നിന്നിട്ട് വീണ്ടും നാട്ടിൽ പോകും. അപ്പോൾ നാട്ടിലാണ് സ്ഥിരം, അവിടെയാണ് റൂട്ട്സ് അല്ലേ? ഇങ്ങോട്ട് വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ടും വിളിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകാം. ഏതാണ് ആദ്യം പാടുന്ന പാട്ട്? തുളസി മാലയിത, ചിത്രചേച്ചിയുടെ പാട്ടാണ്. ONV കുറുപ്പ് സാറിൻ്റെ വരികളാണ്, രവീന്ദ്ര മാഷിൻ്റെ സംഗീതം. യെസ്, അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. തുളസി മാലയിതാ വനമാലി, തുളസി മാലയിതാ വനമാലി, വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യസാരമേ, വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യസാരമേ, മാലയമോലും നിൻ മാറത്തു ചാർത്താനായി ഒരു തുളസി മലർമാലയിതാ, തുളസി മാലയിതാ വനമാലി. രാഗലോലം നിൻ മുരളിയുണർത്തിയ സ്വരയമുനാ നദി തേടി, രാഗലോലം നിൻ മുരളിയുണർത്തിയ സ്വരയമുനാ നദി തേടി, പോകയാണിന്നും യദുകുല കന്യക, പോകയാണിന്നും യദുകുല കന്യക, ഒരു തളിർമാലയുമായി, കാലത്തിൻ കാളിന്റെ തീരത്തു പാടുന്നതാരോ, ആരോ മാനത്ത് വർഷമയൂരമ ആടുന്നതാരോ, ആരോ തുളസി മാലയിതാ വനമാലി, വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യസാരമേ, വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യസാരമേ, മാലയമോലും നിൻ മാറത്തു ചാർത്താനായി ഒരു തുളസി മലർമാലയിതാ, തുളസി മാലയിതാ വനമാലി. ആഹാ, ഇത്ര ഭംഗിയായിട്ടാണ് നമ്മളെ ഈ ഒരു വേദി അത്രയും ബ്യൂട്ടിഫുൾ ആക്കി തന്നു. എന്തായാലും നമ്മളെ ഒരു ബിഗിനിങ് വണ്ടർഫുള്ളായി. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പാട്ടുകൾ ഈ ഒരു ശബ്ദത്തിൽ കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നമുക്ക് ഫേസ്ബുക്കിൽ അയക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് അറിയുന്ന പാട്ടുകളാണെങ്കിൽ അതും ട്രൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ ശ്രോതാക്കൾക്കുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോ ആണ് ഈ പാടാം നമുക്ക് പാടാം എന്നുള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ
നമ്മളിടയിൽ, പ്രവാസികളുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്, നല്ല ഗായകർ നമുക്കിടയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഷോ ആണ്, നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പാടാനുള്ള ഒരു പരിപാടിയാണ്. പാടാം, നമുക്ക് പാടാം. അപ്പോൾ വിളിക്കുക 80014766. നമുക്ക് ഈ ഒരു ആഴ്ചയിൽ ഒരൊറ്റ ദിവസമാണ് ഈ ഒരു പരിപാടി ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു ദിവസം ചില പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ഷോ നടന്നില്ല, വേറൊരു ഷോ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ഷോ കേൾക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം പാടാം, അത് ഏത് ഭാഷയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പാടാനുള്ളൊരു വേദിയാണ് റേഡിയോ കേരളം 1476 AM ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും നമ്മളെ വിളിച്ച് പാടാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ലൈവ് പോകുന്ന ഷോ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മുഖം കാണിച്ച് പാടണം, അല്ലെങ്കിൽ വെബ് കോൾ വഴി, ഒരു വീഡിയോ കോൾ വഴി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും അതും സാധ്യമാണ്. 0097150828147 PNP എന്ന മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അങ്ങോട്ടൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക, നിങ്ങളെ പാട്ടുകൾ കേൾക്കാനും നിങ്ങളുമായി സംസാരിക്കാനും ഒക്കെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളും പാട്ടുകളും കേൾക്കണം. അപ്പോൾ രഞ്ജിനി ചേച്ചി, ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, നമ്മളെപ്പോഴും ഒരു പാട്ടുകാരൻ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് അതിലേക്ക് വന്നത് എന്നുള്ളത്? ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് ഒരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് എന്നെ പാട്ട് പഠിക്കാനാക്കിയത്. സ്കൂളിൽ പാടിയപ്പോഴേക്കും സാറാണ് പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് മോൾക്ക് കഴിവുണ്ടെന്ന്. അപ്പം അങ്ങനെ അച്ഛനൊരു ജയലക്ഷ്മി ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ടീച്ചറിൻ്റെ അടുത്താക്കി. ഞാൻ ഏകദേശം 10ാം ക്ലാസ് വരെയും ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പഠിച്ചു. അരങ്ങേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി മുതൽ ഞാൻ മ്യൂസിക് മെയിൻ എടുത്തു. വിമൻസ് കോളേജിൽ MA മ്യൂസിക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറേ വർക്ക്സ്, കുറേ റെക്കോർഡിങ്സ് ചെയ്തിട്ടുണ്ട്. ഫിലിമിൽ ആദ്യം പാടുന്നത് 2003 അത് കഴിഞ്ഞിട്ട് ഫിലിമിൻ്റെ വർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ഫിലിമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒത്തിരി ആൽബം വർക്ക്സ് ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ഞാൻ കമ്പോസ് ചെയ്തു ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തു. കമ്പോസ് ചെയ്യുന്നതിന് പകരം കുറേ പാടി. അത് കഴിഞ്ഞിട്ട് കോവിഡ് സമയമായപ്പോഴേക്കും കൃഷ്ണ പ്രിയദർശൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അബുദാബിയിലുണ്ട്. പുള്ളിക്കാരത്തിയുടെ കുറച്ച് വരികൾ, കുറേ പാട്ടുകൾ ഞാൻ ഇവിടുന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരും. ഞാൻ നാട്ടിലിരുന്ന് മ്യൂസിക് ചെയ്ത് ഞങ്ങളൊരു കുറേ ആൽബംസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് മ്യൂസിക് ചെയ്യാനായിട്ടൊരു ഭയങ്കര ട്രെയിനിങ് തന്നെയായിരുന്നു അത്. ഞങ്ങൾ ഒത്തിരി പാട്ട്, കവിതകളൊക്കെ ചെയ്തു. അങ്ങനെ ഈ ഫീൽഡിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ആകാശവാണിയിൽ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴേക്കും അതിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആകാശവാണിയിൽ കാഷ്വൽ അനൗൺസറായിട്ട് ജോയിൻ ചെയ്തു. അവിടുത്തെ ബിഹൈ ആർട്ടിസ്റ്റും കൂടിയാണ് ഞാൻ. 1996 ആണ് ഫസ്റ്റ് ഞാൻ ആകാശവാണിയിൽ ഓഡിഷൻ കഴിയുന്നത് ലൈറ്റ് മ്യൂസിക്കിന്. അതിപ്പോഴും ബിഹൈ ആർട്ടിസ്റ്റായിട്ട് തുടരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ബിഗിനിങ്. അപ്പോൾ ആദ്യമായിട്ട് പാടിയ ഒരു ഫിലിം സോങ് ഏതായിരുന്നു? 2003 എന്നല്ലേ പറഞ്ഞത്? അതെ, 2003 പാടിയ ഫിലിം ഇറങ്ങിയിട്ടില്ല. 2019 പിന്നെ പാടിയത്. അത് സ്ത്രീ എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. പായിപ്പാട് രാജു സാറാണ് അതിൻ്റെ സംഗീതം. രാജ്മോഹൻ കുവളശ്ശേരിയാണ് അതിൻ്റെ രചന, പാട്ടിൻ്റെ രചന. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. 2 വരി ഞാൻ പാടാം. ജാലകവാതിലിലൂടെ അന്നു നീ പാതി വിടർന്ന മിഴികളുമായി, ജാലകവാതിലിലൂടെ അന്നു നീ പാതി വിടർന്ന മിഴികളുമായി. വരികളാണ് പ്രശ്നം. മനസ്സിലാക്കുന്നു. അപ്പോൾ ഏതായാലും സന്തോഷം, ഞങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും അതൊന്ന് പാടി തന്നതിൽ. ഇനിയും ഒരുപാട് പാട്ടുകൾ വരട്ടെ ആ ഒരു ശബ്ദത്തിൽ. ഇപ്പോൾ ചേച്ചി പറഞ്ഞു മ്യൂസിക് ഡയറക്ഷനും ഉണ്ട് സൈഡായിട്ട് എന്നുള്ളത്. അപ്പോൾ ഏത് ചെയ്യുമ്പോഴാണ്, പാട്ട് പാടുമ്പോഴാണോ അത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണോ മനസ്സിലൊരു സംതൃപ്തി അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടും സംതൃപ്തി തന്നെയാണ് മനസ്സിന്. പക്ഷെ കുറച്ചുകൂടി ഈസി പാടാനായിരുന്നു. കാരണം
പാട്ട് തരുമ്പോഴേക്കും അത് പഠിച്ച് പാടിയാൽ മതിയല്ലോ. പക്ഷേ മ്യൂസിക് ഡയറക്ഷൻ കുറച്ച് ടെൻഷനുള്ള പണിയാണ്. കാരണം അത് എഴുതുന്ന ആളിനെയും അവരെഴുതുമ്പോൾ ഉള്ള അവരുടെ മനസ്സിലെ സംഗീതം, സംഗീതം ഉണ്ടെങ്കിലേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു സംഗീതം എനിക്ക് വരണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഫിലിമാണെങ്കിൽ തന്നെ ഡയറക്ടർ പറയുന്നത് പോലെ അവരുടെ ആ ഒരു സീൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ സംഗീതം വരണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് കുറച്ച് ടെൻഷനുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഹാപ്പിയാണ് അത് പ്രോഡക്റ്റ് റെഡിയായി വന്ന് ഒരു പാട്ടായിട്ട് വരുമ്പോഴേക്കും. അതൊരു സിംഗറിനെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഫീൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫീലും കൂടെ അതിൽ കിട്ടണമല്ലോ. അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ പാട്ടുകളൊക്കെ തന്നെ ഇപ്പം ഫിലിമിൽ വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുണ്ട്, മധുബാലകൃഷ്ണൻ ചേട്ടൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് പാടി തന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു നല്ല, ഇപ്പം ഞാൻ ട്രാക്ക് പാടി വെച്ചേക്കുന്നതിനേക്കാൾ എനിക്ക് അറിഞ്ഞൂടാ, ഒരു 100% സംതൃപ്തി തരും അതങ്ങനെ കേൾക്കുമ്പോഴേക്കും, അവരുടെ വോയിസിൽ അങ്ങനെ കേൾക്കുമ്പോൾ. ഇപ്പോൾ പലതരം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. ചില ആളുകൾ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടു തരും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മോഡുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല, ഈ ഒരു ഫ്രെയിമിൽ നിന്നാൽ മതി എന്ന് പറയും. ചില ആളുകൾ പറയും ഇല്ല, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കതൊരു നമ്മളെ ക്രിയേറ്റീവ് സ്പേസിനെ ഒന്ന് തടസ്സപ്പെടുത്തുന്ന പോലെയാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും മൈൻഡിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് പാടാൻ പറ്റാതെ പോവാറുണ്ട്. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മ്യൂസിക് ഡയറക്ഷൻ ആണ് ചെയ്യാറുള്ളത് ചേച്ചി പേഴ്സണലി? ഞാൻ ശരിക്കും സിംഗറിന് ഫ്രീഡം കൊടുക്കാറുണ്ട് അവരുടെ ഇഷ്ടത്തിന് പാടാൻ. പിന്നെ ചില കാര്യങ്ങൾ, ചില സംഗതികൾ, ചില പാട്ടിന് ചേരാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ. അല്ലാതെ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്താണ് പാടാറ്. എന്നാലേ അവരുടെ ഉള്ളിലുള്ള ഫുൾ വരുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ അതെ. അപ്പോൾ ഏതായാലും ഒരുപാട് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചേച്ചിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് കേൾക്കാനും സാധിക്കട്ടെ. അപ്പോൾ ചേച്ചി തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഏറ്റവും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്, അത് ആദ്യത്തെ പാട്ടായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അങ്ങനെയുണ്ടോ? അതോ ആദ്യത്തെ പാട്ടിനേലും വേറെ പാട്ടുകളാണോ മനസ്സിലുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 100ഓളം ആൽബംസാണ് കൂടുതൽ ചെയ്തതെല്ലാം ആൽബംസാണ്. ഫിലിമിൽ ചെയ്തതിൽ എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു പാട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എഴുതിയതാണെന്ന് കൃഷ്ണ പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കമ്പോസ് ചെയ്ത് കൊടുത്തപ്പോഴും അതേ അഭിപ്രായം അവിടെ നിന്ന് വന്നു. എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് സംഗീതം ചെയ്ത് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തന്നെയാണ് വിനീത് പാടി തന്നപ്പോഴും ആ പാട്ടിൻ്റെ ഫീൽ ഒട്ടും പോവാതെ, ഒട്ടും കുറയാതെ പാടി തന്നു. അപ്പോൾ ആ പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. അതേതാണ് പാട്ടൊന്ന് ഞങ്ങൾക്ക് പാടിത്തരാമോ? നിന്നോടെനിക്കുള്ളൊരിഷ്ടം ഒരു മയിൽ പീലിയോടെന്ന പോലെ, നിന്നോടെനിക്കുള്ളൊരിഷ്ടം ഒരു മഴക്കാറ്റിനോടെന്ന പോലെ, നിന്നോടെനിക്കുള്ളൊരിഷ്ടം ഒരു മയിൽ പീലിയോടെന്ന പോലെ, നിന്നോടെനിക്കുള്ളൊരിഷ്ടം ഒരു മയിൽ പീലിയോടെന്ന പോലെ. ഇതൊരു ആൽബം സോങ് ആയിരുന്നു അല്ലേ? ഇത് ഒരു ശ്രീലങ്കൻ സുന്ദരി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഫിലിമിലെ സോങ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കേൾക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമുക്ക് പല രീതിയിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നവരുണ്ട്. അതായത് ലിറിക്സ് കിട്ടിയതിന് ശേഷം മ്യൂസിക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ലിറിക്സ് എഴുതുന്നവരുണ്ട്. രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടോ? അതെ അതെ, രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലേതാണ് സിമ്പിളായിട്ട്? എനിക്ക് രണ്ടും കംഫർട്ടബിൾ ആണ്. ഞാൻ ഈണം കൊടുത്തിട്ട് എഴുതി തരുന്നതും അല്ല ലിറിക്സ് എനിക്ക് തന്നിട്ട് ഞാൻ ഈണം ഇട്ട് കൊടുക്കുന്നതും ഒക്കെ എനിക്ക് രണ്ടും ഒരേപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ചേച്ചി നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഡിഗ്രി ഞാൻ കേട്ടത് അങ്ങനെയാണ്, ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടതാണ് MA ഇൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതെ അതെ.
ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഡിഗ്രി. അതെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അതെ സ്റ്റുഡൻസ്? അതെ, ഞാൻ സ്റ്റുഡൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചതും ഞാൻ കോളേജ് മുതൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ ശിഷ്യയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നുമുണ്ട് അല്ലേ? അതെ. എത്ര സ്റ്റുഡൻസ് ഉണ്ട് അവിടെ? എനിക്ക് ഒരു 30-35 കുട്ടികളുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണോ അതോ വീട്ടിൽ തന്നെയാണോ? ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് തന്നെയാണ്, പക്ഷേ 3 സ്ഥലത്തായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ക്ലാസ്. അപ്പോൾ എങ്ങനെയാണ്, ഓൺലൈൻ ചെയ്യുന്നുണ്ടോ? ഓൺലൈനും ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഇവിടെ ആണെങ്കിലും ഇപ്പം ഞാനടക്കം ചിലപ്പോൾ നമുക്ക് നല്ല ടീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ ഒന്ന് പിന്നോട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാമല്ലേ? അപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ്? താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവെൺമലത്തൂവിരിപ്പിൽ ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകവെൺമലത്തൂവിരിപ്പിൽ മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. നമുക്ക് കോളറുണ്ടോ? ഉണ്ട്, ഒരു കോളറുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗുഡ് ഈവനിങ്, ഇത് മുസ്തഫ അലൈൻ. മുസ്തഫയാണ് അല്ലേ? നമ്മളോടൊപ്പം ഇന്ന് ഗസ്റ്റ് ഉണ്ട്. പാട്ട് കേട്ടിരുന്നോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, ഞാനിപ്പോ കേട്ടു, 2 പാട്ട് കേട്ടു. 2 പാട്ടും കേട്ടു. ഏതെങ്കിലും പാട്ട് ചേച്ചിയുടെ വോയിസിൽ കേൾക്കണമെന്നുണ്ടോ? ടീച്ചറാണ് അല്ലേ? ടീച്ചറാണ്. അതെ, ടീച്ചറാണ്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോയിൽ വോയിസ് ആർട്ടിസ്റ്റുമാണ്. എവിടെ? നാടെവിടെ? ട്രിവാൻഡ്രമാണ്. തിരുവനന്തപുരം. അതെ. പേര് പറഞ്ഞില്ല. പേര്? രഞ്ജിനി സുധീരൻ എന്നാണ് പേര്. ഓക്കെ ഓക്കെ. എനിക്ക് കേൾക്കേണ്ട പാട്ട് അറിയത് പൂക്കൾ, പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ, ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ. നല്ലൊരു സോങ് ആണ്, നമ്മുടെ നിവിൻ പോളിയുടെ സിനിമയിലെ. ഈ പാട്ട് അറിയോ? ട്രൈ അറിയില്ലെങ്കിൽ പിന്നെ ഒരു പഴയ പാട്ട് പറഞ്ഞുതരാം. മനം പോലെയാണോ മംഗല്യം, ഈ മംഗല്യമാണോ സൗഭാഗ്യം. ആ പാട്ട് അറിയില്ല. ആ പാട്ട് ചേച്ചിക്ക്? ഇല്ല, പൂക്കൾ പൂക്കൾ പനിനീർ പൂക്കൾ പാടാം.
ഓക്കെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളി തന്നീണം നീയും കേൾക്കുന്നുണ്ടോ വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയേ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ഈണം കിളി തന്നീണം നീയും കേൾക്കുന്നുണ്ടോ മുസ്തഫ്ക കേട്ടല്ലോ അല്ലേ? ഓക്കെ. ഓ കേട്ടു. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും ഞങ്ങൾ വിളിച്ചാൽ സന്തോഷം. റിയാസ് ആ റിയാസ് എന്ത് വിശേഷം? സുഖാണെന്ന് പറയുന്നുണ്ട്, മൈക്കില്ല ആളുടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. സുഖം എന്നുള്ളതാണ് ഇപ്പൊ ആ ഗിറ്റാറിൽ വായിച്ചു തന്നത്. ഓക്കെ മുസ്തഫ, അപ്പൊ സന്തോഷം കേട്ടോ. ഗിറ്റാറൊക്കെ നല്ല അടിപൊളി ആണ്. അതിന്റെ ഒപ്പം ഒരു ബീറ്റ് കേട്ടോ? ഓ അദ്ദേഹത്തിനെ അറിയാം. ഇടക്കൊക്കെ നമ്മള് ലൈവില് കാണാറുണ്ടല്ലോ. അദ്ദേഹത്തിന് ലൈവിൽ കാണാൻ സാധ്യതയില്ല. എപ്പോഴും പിന്നിൽ നിന്നേ പ്രവർത്തിക്കാറുള്ളൂ. പിന്നിൽ നിന്നേ പ്രവർത്തിക്കാറുള്ളൂ എന്ന് പറയാ. ഗോപേട്ടനാണ് പിന്നിലിരുന്നിട്ടേ പ്രവർത്തിക്കാറുള്ളൂ, അതുകൊണ്ട് ക്യാമറയിൽ കാണാറുണ്ടാവില്ല. അല്ല മുന്നേ ഒരിക്കൽ വന്ന പോലെ തോന്നി മുമ്പ്. ആണോ? ചിലപ്പോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഏതായാലും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ സന്തോഷം കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ ശരി. പ്രോഗ്രാമൊക്കെ നന്നായി പോട്ടെ. താങ്ക് യു സന്തോഷം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും ഇതേപോലെ വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. അതോടൊപ്പം ഞങ്ങൾക്ക് അറിയുന്ന പാട്ടുകളാണെങ്കിൽ നിങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഷോ. 80014760 നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പാടാം. നമ്മളോടൊപ്പം മറ്റൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ. ഹായ് ഷാന. ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു പാടാം നമുക്ക് പാടാം. താങ്ക് യു. പക്ഷെ പാടാനൊന്നും കഴിയില്ല, വെറുതെ വിളിച്ചേ. കാസിംക്കാണോ? അതെ. ആ ഞാൻ കണ്ടോ, ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയല്ലേ? ആ അപ്പൊ ഏത് പാട്ടാണ്? അപ്പൊ ഞങ്ങൾക്കാണ് പണിയല്ലേ? അതെ, നിങ്ങൾ പാടിയാ മതി. നല്ല ഹിന്ദി പാട്ട് ഏതാണ്? ഞങ്ങൾക്ക് അറിയുന്ന പാട്ടാണെങ്കിൽ നോക്കാം. അറിയാതെ നിങ്ങൾ ഗായികമാർക്ക് അറിയാത്ത പാട്ടുണ്ടോ? ഏതാണ്? മേരെ ഭായ് चल चल मेरे भाई तेरा हाथ छोड़ता हूँ तेरा पाँव पड़ता हूँ चल मेरे भाई. അതറിയോ? ചൽ മേരെ ഭായ്. അന്ന് തപ്പി നോക്ക കിട്ടുമല്ലോ. ഒരു രക്ഷയില്ല ഭായ്. കുർബാനി അറിയോ? എന്താ? കുർബാനി അല്ലാഹു പ്യാരി ഹൈ കുർബാനി. ओ भाई भाई खुतबे कुर्बा मेरी जान मेरा दिल मेरा ईमान यार मेरे कहती है. അങ്ങനെ നല്ല സൂപ്പർ പാട്ടാണ്. പക്ഷെ അതും എനിക്ക് വലിയ ചേച്ചിക്ക് അറിയോ? പിന്നെ എന്താ അറിയുന്നത്? ഈ പുതിയ 4 പാട്ടും കൊണ്ട് എന്താ ചെയ്യാ, പഠിച്ചു വരണേ ഉള്ളൂ, പിച്ച വെച്ച് വരുന്നല്ലോ. കുർബാനയൊക്കെ പാണേലും ഉപ്പാനെ ഞങ്ങട് കൊണ്ടുവരേണ്ടി വരും. ഉപ്പാക്കറിയാം. അല്ല നിങ്ങൾക്ക് തപ്പിയാ കിട്ടൂലല്ലോ യൂട്യൂബിൽ. കേട്ടിട്ടുണ്ട്. അല്ല ഈ പാട്ട് നല്ലോണം കേട്ടുള്ള പാട്ടാ. കുർബാനി 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 കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര പാടാൻ അറിയില്ല, അതാണ്. അല്ല ഈ പാട്ട് എനിക്ക് പാടാനുള്ള അറിവില്ല, അത്രയും ഞാൻ പഠിച്ചിട്ടില്ല ആ പാട്ട്, അതുകൊണ്ടാ. അത് കണ്ട ട്യൂണ് കിട്ടിയ പിന്നെ അങ്ങനെ അങ്ങോട്ട് പാടി പോകില്ല. വേറെ അതെ, വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? പഴയ മലയാളം പാട്ടുകളൊക്കെ ഇഷാനാന്റിയും മറ്റേ നമ്മുടെ കൂടെയുള്ള ഗായികയൊക്കെ വിട്ടിരുന്നു. നല്ല ഹിന്ദി പാട്ട്, രണ്ടാളും കൂടെ ഹിന്ദി പാട്ട് അന്ന് പാടിയാ മതി. പഴയ ഒരു ഹിന്ദി പാട്ട് പാടാം. ഓക്കെ ശരി. കുഴപ്പമില്ല, ഏതായാലും പഴയതോ പുതിയതോ ഓക്കെ, ഉറപ്പായിട്ടും പാടാം കേട്ടോ. ഓക്കെ ഇഷാന. ഓക്കെ ശരി. മൂന്നാൾക്കും ഓക്കെ. ഓ ബൈ 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 ബൈ. അപ്പൊ ഒരു ഹിന്ദി പാട്ട്
പാടിക്കോളൂ. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. सदियों से तुझसे मिलने जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा. तुम रूठा ना करो, मेरी जजनी जान निकल जाती है. तुम हंसती रहती हो तो एक बिजली से चमक जाती है. मुझे जीते जियो दिलबर, तेरा इंतजार था, तेरा इंतजार था, आज भी है और कल भी रहेगा. सदियों से तुझसे मिलने जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा. കാസിം ക ഹാപ്പി ആയിരിക്കുമെന്ന് കരുതുന്നു. 800147 നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. അതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പാടാനുള്ള അവസരമാണ് റേഡിയോ കേരളം 1476 AM പാടാം നമുക്ക് പാടാം എന്ന ഷോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിളിക്കുക 800147. മറ്റു GCC രാജ്യങ്ങളിലോർക്കും നമ്മളെ വിളിക്കാവുന്നതാണ് 009714525147. അപ്പോൾ ചേച്ചി പറഞ്ഞു നേരത്തെ ഒരുപാട് വോയിസ് ഓവേഴ്സൊക്കെ കൊടുക്കാറുള്ള ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ വാക്കുകൾ വളരെ കൃത്യമായിട്ട് പറയണം അല്ലേ? ഇങ്ങനെ വോയിസ് ഓവേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഭംഗിയുമാകണം, അതോടൊപ്പം തന്നെ വാക്കുകൾ നല്ല വ്യക്തതയോടെ നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദിവസം ഒരു പെർട്ടിക്കുലർ വരി പറയുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് ടേക്സ് പോകേണ്ടി വന്ന വാക്കുകൾ, മലയാളം വാക്കുകൾ പറയാൻ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം ആദ്യം മുതൽ 3ാം ക്ലാസ് മുതലേ എന്നെ കോമ്പറ്റീഷന് വിടുമ്പോൾ എനിക്ക് പദ്യപാരായണം റെസിറ്റേഷനാണ് 10ാം ക്ലാസ് വരെയും പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പം ദൈവാനുഗ്രഹമായിരിക്കും എനിക്കങ്ങനെ ചൊല്ലാൻ കഴിയുന്നത്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അക്ഷരസ്ഫുടത നന്നായിട്ടുണ്ട് എന്ന്. അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറയുകയാണ്. എനിക്കങ്ങനെ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു വോയിസ് ഓവറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഇൻബോൺ ആയിട്ട് ഒരു ടാലന്റ് ഉണ്ടല്ലേ? ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൊയ്തൊക്കെയാണോ? അതെ അതെ. ഓഫ്, ഞാൻ എല്ലാവരെയും ഇന്ന് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അതിശയം. പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. നാളെ ഓഫാണ് അല്ല? ഇന്നായിരുന്നു ഓഫ് അല്ലേ? അല്ല, ഇന്നലെ ആയിരുന്നു ഓഫ്. അതെ, ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് മൊയ്തൊക്കെ പാടുന്നുണ്ടോ, അതോ ഏതാണ് ഞങ്ങളോട് പാടാൻ പറയുന്ന പാട്ട്? മൈലാഞ്ചിക്കാട്ടിലെ പാടി പറന്നു വരും മണിവന്ന പൊന്മാണി, നീ മനസ്സിൽ ഒളിച്ചു വയ്ക്കും മദന കുമാരനെ മറ്റെങ്ങും കണ്ടില്ലെന്നോ, നീനൊരുങ്ങിക്കോ, കുളിരു കൊണ്ടെനിക്കതു പറയാൻ വയ്യ, മധുരം കൊണ്ടെനിക്കതു മറക്കാൻ വയ്യ, പനിനീര് ചൊരിയും രാത്രിയിലെന്തി. ഇത് ബാബുമോൻ എന്ന ചിത്രത്തിലൊരു പഴയ പാട്ടാണ്. അത്രേ എനിക്ക് കിട്ടുള്ളൂ. പിന്നുള്ളത് പഴയ ഒരു പടം ദൂരം അരികെ എന്ന് പറയുന്ന സുകുമാരൻ ചേട്ടന്റെ ഒരു പടമാണ്. മാൻ ഇടാവീ നിന്നെഞ്ചും ഒരമ്പേറ്റു മുറിഞ്ഞു, ആ മുറിവിൽ തേൻ പുരട്ടാൻ ആരേ പോന്നു മാ
മുറിഞ്ഞെന്നോ മണ്ണിൽ കൊണ്ടോ പൊന്ന് കൊണ്ടോ നിന്തിലക്കന്നാകിലും വെളിച്ചം ഒന്നു ഓതി പൂവിടുന്നു രണ്ടിലും സ്നേഹനാളങ്ങളെ തേടും ദീപങ്ങളായി സ്നേഹദുഃഖങ്ങളെ ഏടും രാഗങ്ങളായി പാൻ ഇടാവീ ഇന്നെന്തും ഒരമ്പേറ്റു മുറിഞ്ഞെന്നോ വാസനപ്പൂ നീറ്റിരിക്കും വാടി വീഴും നാൾ വരെ നൊമ്പരത്തിൻ കയ്പു നീരും മുന്തിരി നീരാക്കുക ദീപപാദങ്ങളെ തേടും തീർത്ഥങ്ങളായി മാൻ ഇടാവേ ഒരമ്പേറ്റു മുറിഞ്ഞെന്നോ. ഒരു പഴയ പാട്ടാണ് ഇത്, അങ്ങനെ കേൾക്കലില്ല. ആ ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ദൂരം അരികെ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ആ ഹാ ഹാ ഹാ. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങളെ വിളിച്ചു, പാട്ട് പാടി തന്നതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ശരി. അപ്പോൾ നമുക്ക് കുറച്ച് കമൻസ് ഉണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു തംസ് അപ്പ് ഇട്ടിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അനൂപ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. സാക്കിർ താങ്ക് യു. അമരം സിനിമയിലെ ഒരു പാട്ട് വേണം, അഴകെ. ഓക്കെ, കോളറുണ്ട്. പിന്നെ സുമിതേട്ട താങ്ക് യു. പി ലത്തീഫ് പഞ്ചാഗ്നിയിലെ ഒരു ഗാനം, അമരം സിനിമയിലെ പാട്ടും ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു കോളറുണ്ട്, അതിന് ശേഷം ഹലോ ഹലോ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ, കേൾക്കാമോ? കട്ടായി എന്ന് തോന്നുന്നു. ഓക്കെ, റഫീഖ് സുഖമായിട്ടിരിക്കുന്നു. ഹലോ, സുഖാണോ ചോദിക്കുന്നുണ്ട്. സുഖാണ്. കൂടെയുള്ള സിംഗർ രഞ്ജിനി. പാടാം. ഓക്കെ, ഇപ്പോൾ രഞ്ജിനി സിംഗർ മാത്രമല്ല, ഒരുപാട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോയിസ് ഓവർ ആർട്ടിസ്റ്റാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ. ഓക്കെ, നമ്മളോടൊപ്പം ഒരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ ഹലോ, ഇതാരാണ്? ഷാക്കിർ. ഓക്കെ, എവിടെ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്? ഷാർജയിൽ നിന്നാണ്. ഇപ്പോൾ യാത്രയിലാണോ? യാത്രയിലാണ്. എങ്ങോട്ടാണ്? ജോലിപരമായിട്ടാണോ അതോ വീട്ടിലേക്കുള്ള യാത്രയാണോ? ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ജോണി വാക്കറിലെ ട്രെൻഡിങ് ആയ പാട്ട് പാടാം. ആകാശകൂടാരക്കിഴിവിന്റെ ആൽക്കിണ്ണം വീട്ടുന്നതാര്, കണ്ണീരിൽ അതാര്, കാതോരം പാടാൻ വാ കാതൂരം 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 തീർന്നോ? അതെ, ആണോ? കുഴപ്പമില്ല, എന്തായാലും ഞങ്ങളെ വിളിച്ചല്ലോ, സന്തോഷം. അപ്പോൾ ഇനി അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം കേട്ടിരുന്നോ? ഇത്രയും നേരം കേട്ടിരുന്നോ? കുറച്ച് പാട്ടുകളൊക്കെ പാടി ഞങ്ങൾ. ഗസ്റ്റിൻ്റെ പാട്ട് കേട്ടിരുന്നോ? രഞ്ജിനി ചേച്ചിയുടെ പാട്ട്? ഓ, ഡ്രോപ്പായി. അടുത്ത കോളറുണ്ട്. ഹലോ ഹലോ, വലൈക്കും അസ്സലാം. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? കുറച്ചു. റഷീദ്ക്കാണോ? അല്ലട്ടോ, ഞാൻ സത്താറാണ്. സത്താർക്കാണോ? ഓക്കെ,
സത്താർക്ക് അനിക്കേക്ക് എവിടുന്നാ പറഞ്ഞാൽ വിളിക്കുന്നേ? അനിക്കേക്ക് പറഞ്ഞാലേ ഇസാനക്ക് മനസ്സിലാവുള്ളൂ. ഏ അനിക്കേക്ക് പറഞ്ഞാലേ ഹണി ഇസാനക്ക് കേക്ക് എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുള്ളൂ. സത്താർക്ക് എവിടെയുള്ളത്? ഇപ്പൊ ദുബായിൽ തന്നെയല്ലേ? ഇല്ലല്ല, ഞാൻ ഇവിടെ ഇപ്പൊ ഉമ്മൽക്കോയിലുള്ളത്. ഉമ്മൽക്കോയിലാണ്. ഉമ്മൽക്കോയിന്നാണ് അല്ലേ? ആ, അതാണ് ഇങ്ങോട്ട് ഹണി കേക്ക് കിട്ടാത്തത്. അവിടെ കിട്ടില്ല. ലൈനിലൊക്കെ ഉണ്ട്. ലൈനിൽ അബുദാബിയിലൊക്കെ ഉണ്ട്. നിങ്ങളെ കമ്പനി ഉണ്ട് അല്ലേ? ആ, അബുദാബിയിൽ കമ്പനി ഉണ്ട്. ആ ശരി. അല്ലെങ്കിൽ ഡെലിവറി ഉണ്ട്. ദുബായിലുണ്ട്. ദുബായിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ ദുബായ് ഷോപ്പില്ല, അവിടെ ഡെലിവറി ഒക്കെ ഉണ്ട് അങ്ങോട്ട്. ആഹാ. അപ്പൊ സത്താർക്ക ഇപ്പൊ ഡ്യൂട്ടിയിലാണോ? ഇല്ലല്ല, ഞാനിപ്പോ ഫ്രീ ആണ്. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞ് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റൂമിലേക്ക് പോവാ. ആഹാ. ഇന്ന് ഓഫായിരുന്നോ അപ്പോ? ഓഫ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? പാട്ട് പാടാൻ വലിയ വശമില്ല, പഠിപ്പിക്കണ. പാടിപ്പിക്കാനാണ് അല്ലേ? ശരി. അപ്പോൾ ഏതാണ്? എൻ്റെ കൂടെ ഇന്ന് രഞ്ജന ചേച്ചിയുണ്ട്. പാട്ടുകൾ കേട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പോഴാണ് ഇത് കേട്ടത്. റെഡി ഓണാക്കി ഇപ്പോഴാണ് വണ്ടി കയറുന്നപ്പോഴാണ് ഓണാക്കിയത്. ഇപ്പോഴാണ് കേട്ടത്. അപ്പോൾ മിസ്സായി പോയി. 2-3 പാട്ടുകൾ ഇപ്പോൾ പാടി കഴിഞ്ഞു. അതെ, കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പാട്ട് പറഞ്ഞോളൂ. അപ്പോൾ ചേച്ചി അത് അറിയുന്നതാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യാം. എങ്ങനെ? ഏതെങ്കിലും ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ട്രൈ ചെയ്യാം. എനിക്ക് പിന്നെ ഇതിലെ പാട്ടുണ്ട്, അയാൾക്ക് അതേത് പാട്ടില്ല, അതിലേതാ? വിശ്വാസ് പാടിയ ഒരു പാട്ടുണ്ട്, ഏതോ നിദ്രതൻ. ആ പാട്ട്, അങ്ങനത്തെ ഒരു പാട്ടില്ലേ, ഏതോ നിദ്രതൻ. അത് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഓക്കെ. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല. ആഹാ. കേട്ടല്ലോ അല്ലേ? ഹലോ. കേട്ടു. നന്നായിരിക്കും, നല്ല ഉഷാറായിരുന്നു. അതെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിളിച്ചതിൽ സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കേൾക്കുക, വിളിക്കുക. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ കുറച്ച് പാട്ടുകൾ നമുക്ക് ഇങ്ങനെ സജഷൻ വന്നിട്ടുണ്ട്. റഷീദ് മെഹബിൻ, സന്ധ്യ കണ്ണീരിൽ എന്തേ സന്ധ്യയെ, പിന്നെ വർണ്ണപ്പകിട്ട് എന്ന സിനിമയിലെ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്. ചന്ദനക്കാറ്റ്, അറബി പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ വേറൊരു സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതായിരുന്നു അത്? അഴകെ ചോദിച്ചിട്ടുണ്ട്. അതെ. റേഡിയോ കേരളം 1476 AM പാടാം, നമുക്ക് പാടാം. അഴകേ
അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേളതൻ നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിര അഴകിനു വിനയഴകാമേ അഴകേ, അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തു പൊഴിക്കരുതേ. തുറയുണരുമ്പോൾ മീൻവലകൾ ഉലയുമ്പോൾ തരിവളയിളകും തിരയിൽ നിൻമൊഴി കേൾക്കേ, ചെന്താരകപ്പൂവാടിയിൽ താലം വിളങ്ങി ഏഴാം കടൽ തീരങ്ങളിൽ ഊഞ്ഞാലൊരുങ്ങി, രാവിൻ ഈണവുമായി ആരോ പാടുമ്പോൾ, ഒരു വെൺമുകിലിനു മഴയിതളേകി പൂന്തിരയഴകിനു വിനയഴകാമെന്നഴകേ, അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമി വിരഹവേളതൻ നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകി പൂന്തിരയഴകിനു വിനയഴകാമൻ അഴകേ. ആഹാ, അപ്പോൾ എന്തായാലും സൂപ്പറായിട്ട് പാടി തന്നിട്ടുണ്ട്. പഞ്ചാഗ്നിയിലെ ഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചാഗ്നിയിലെ സാഗരങ്ങളെ ഉണ്ട്, പിന്നെ ഏതാണ് അതിലുള്ളത്? വേറെ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. സാഗരങ്ങളെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ട്. എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെയും കുറേ പാട്ടുകൾ നമുക്ക് ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പറ്റുന്ന പാട്ടുകളൊക്കെ പാടാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് സന്ധ്യയെ കണ്ണീരിലെന്തേ, സന്ധ്യയെ ആ പാട്ട് പാടാം. പിന്നെ ഇതാണ് മ്യൂസിക് മാൻ നെയ്മോ, മ്യൂസിക് മാൻ എന്നുള്ളത് റിയാസ് ജീനെയാണോ പറയുന്നത്? തട്ടം പിടിച്ച് വലിക്കല്ലേ എന്നുള്ള പാട്ട്. ഒരു അറബി സോങ് ചോദിക്കുന്നുണ്ട്. അറബിക് പാട്ട് ഒരെണ്ണം നമുക്ക് പാടാം. ഹബീബി ഹബീബി പാടാം. ഹബീബി നൂറിൽ ഐൻ ഖിസ്സാഹി ഖയാലി ആശിഖ് ഫലാ നസ്രീൻ വൽ ഖൈർ ഫി ബാലി ഹബീബി നൂറിൽ ഐൻ ഖിസ്സാഹി ഖയാലി ആശിഖ് ഫലാ നസ്രീൻ വൽ ഖൈർ ഫി ബാലി ഹബീബി 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 നൂറിൽ ഐൻ ഹബീബി 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 നൂറിൽ ഐൻ ഖിസ്സാഖിൽ ഖയാലി മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക പണിയും ഞാൻ അറബി പൊന്നോതിയൊരുക്കി അരവാതിൽ പണിയും ഞാൻ ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ ഹബീബി ഹബീബി കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ സൽമാ ബീവിയാകും ഞാൻ മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ അറബി പൊന്നൂതിയൊരുക്കി അരവാതിൽ പണിയും ഞാൻ. യെസ്, അപ്പോൾ അറബിക്കും മലയാളമൊക്കെ മിക്സ് ചെയ്ത് പാടിയിട്ടുണ്ട്. സന്ധ്യയെ കണ്ണീരിൽ എന്തേ, സന്ധ്യയെ നമുക്കൊന്ന് പാടാം. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയി കേഴുകയാണോ നീയും നിൻമുഖം പോ
രജനീഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി സന്ധ്യേ. ആഹാ, എത്ര ഭംഗിയുള്ള പാട്ടാണല്ലേ. സലീൽ ചൗധരി അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ, ONV സാറിൻ്റെ തന്നെ വരികളാണ്. അതെ അതെ ജാനകി അമ്മയുടെ വോയിസിൽ നമുക്ക് എന്തായാലും ഒരുപാട് കേട്ട് പരിചയമുള്ള, ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട്, ഇനിയും ഇനിയും കേൾക്കാൻ കൊതിക്കുന്നൊരു പാട്ട്. വർണ്ണപ്പകിട്ടിലെ സോങ് ചോദിക്കുന്നുണ്ട്, നമുക്ക് പാടാം. ചന്ദനക്കാറ്റെ, നല്ല നല്ല പാട്ടുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. വർണ്ണപ്പകിട്ടിലെ ഏതാണുള്ളത്? പെട്ടെന്ന് സിനിമ പറയുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓ, ഒരു വീഡിയോ കോളർ ജോയിൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ടു പാടാം നമുക്ക് പാടാം. ഇതാരാണ്? ഞാൻ ചാന്ദിനി. ചാന്ദിനി, എവിടെയാണ്? നമ്മള് ഷാർജയിലാണ്. ഓക്കെ, നാട്ടിലെവിടെയാണ് സ്ഥലം? ഞങ്ങള് ഗുരുവായൂരാണ്. ഗുരുവായൂരാണ്. ആഹാ, ആ. ഓക്കെ. അപ്പോൾ നമ്മളെ പാടാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണെന്ന് ഞാൻ എന്തായാലും ഉറപ്പിക്കുന്നു. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പാടാനോ? പാടുന്നില്ലേ? ആ, അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിക്കാനായിട്ട് ഞങ്ങളുമായി അല്ലേ? ഓക്കെ. എൻ്റെ ഫ്രണ്ടാണ് ചാന്ദിനി. ആണോ? ഓക്കെ, ശരി ശരി. അപ്പൊ ചേച്ചിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിപ്പിക്കാനായിരിക്കും വിളിച്ചത് അല്ലേ? സാധാരണ സുഹൃത്തുക്കൾ അതാണല്ലോ ചെയ്യാറ്. എനിക്ക് ഈ ചമയത്തിലെ രാജഹംസമേ എന്നുള്ള പാട്ടൊന്ന് കേൾക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഹലോ. യെസ്, ഇപ്പൊ പാടുന്നുണ്ട് കേട്ടോ. ശ്രമിക്കാം. അമ്മ പറയുന്ന മാറി. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സ്നേഹദാന
ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ. എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ നാഥൻ വരുമോ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. കുറച്ചും കൂടെ ഒന്ന് പിച്ച് കുറച്ച് നമുക്ക് പാടാം. ഇത് കുറച്ച് പിച്ച് കൂടിപ്പോയി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറച്ച് പാടിയാൽ എല്ലാം ശരിയാവും. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ. നിന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ നാഥൻ വരുമോ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. യെസ്, അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത ചേച്ചി പോയോ പോയിന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ വർണ്ണപ്പകട്ടിലെ സോങ് ചോദിച്ചിട്ടുണ്ട്. മാണിക്യക്കല്ലാൽ മെനഞ്ഞു മെനഞ്ഞ് ആ സോങ് അതിലെത്തിയാണ് കേട്ടോ. മാണിക്യക്കല്ലാൽ മെനഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം. കുളിരം വിളിക്കൊമ്പനും ആവണി തുമ്പിയും മയ്യടി കണ്ണുമായി കാവല നിൽക്ക മായ കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം. മാണിക്യക്കല്ലാൽ മെനഞ്ഞു മെനഞ്ഞേ മാമണിക്കൊട്ടാരം താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം. കുളിരം വിളിക്കൊമ്പനും ആവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവലിൽ നിൽക്കാൻ മായ കൊട്ടാരം എന്റെ മോഹക്കൊട്ടാരം. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലുള്ള പാട്ടുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി പാടിത്തരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കും നമ്മളെ ജോയിൻ ചെയ്ത് പാടാവുന്നതാണ്. 800147 ആണ് UA ടോൾ ഫ്രീ നമ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം. അത് ഇനിയിപ്പോൾ പാട്ട് ഞാൻ പാടിയാൽ ശരിയാകുമോ എന്നൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പാടാം, മനസ്സ് തുറന്ന് പാടാം, ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പാടാം. 800147 ആണ് നമ്മുടെ UA ടോൾ ഫ്രീ നമ്പർ. മറ്റ് GCC രാജ്യങ്ങളിലോർക്കും നമ്മളെ വിളിക്കാം 009714525147 വിളിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ വെബ് കോൾ വഴി ജോയിൻ ചെയ്യാനാണെങ്കിൽ 00971508281476 PNP എന്ന മെസ്സേജ് അയച്ചാൽ മതി. നമുക്കൊരു കോളറുണ്ട്. ഹലോ 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 ഗുഡ് ഈവനിങ്. കേൾക്കാമോ?
ഹലോ ഞാൻ അടുത്ത കേൾക്കുന്നുണ്ടോ? ഹലോ ആ ഹലോ, ആ കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട് കേൾക്കുന്നുണ്ട്. ഇതാരാണ്? സത്യന സത്യൻ ചേട്ടനാണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? 4 വരി പാടാം. ഓ, പാടിക്കോളൂ. അകലേ നീലാകാശം, അകലേ അകലേ നീലാകാശം, അലതല്ലും മേഘതീർത്ഥം, അരികിലെന്റെ ഹൃദയാകാശം, അലതല്ലും രാഗതീർത്ഥം, അകലേ നീലാകാശം, പാടിവരും നദിയും കുളിരും പാരിജാത മലരും മണവും ഒന്നിനൊന്നായി കലരും പോലെ നമ്മളൊന്നായി അലിയുകയല്ലേ, അകലെ അകലെ നീലാകാശം, അലതല്ലും മേഘതീർത്ഥം. ആ, നല്ലൊരു സോങ്. സത്യൻ ചേട്ടാ നന്നായി പാടിയിട്ടോ. ഡ്രോപ്പായി എന്ന് തോന്നുന്നു. നമ്മുടെ 2 പേരാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. MS ബാബുരാജ് സാറും SP വെങ്കടേഷ് സാറും മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ശ്രീകുമാർ തമ്പിയാണ് ഇതിൻ്റെ ലിറിക്സ് ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമ്മളോടൊപ്പം ഇനി ഒരു വെബ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? ജേകിഷ് ആണ്, മസ്കറ്റ്. ജേകിഷ്, ആ ചേട്ടാ, സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. അപ്പോൾ ഇന്ന് ജോലിയില്ല, ഓഫാണോ? അതെ അതെ, ഇന്ന് ഓഫാണ്. ഓഫാണല്ലേ, ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ഇന്നലെ മയങ്ങുമ്പോൾ. ആഹാ, സൂപ്പർ, പാടിക്കോളൂ. പാടിക്കോട്ടെ. ആ, ഉറപ്പായിട്ടും. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ പോലെ കേട്ടുണർന്നു. ചേട്ടാ, ട്രാക്ക് ഒന്ന് ഓഫ് ചെയ്ത് പാടാമോ? ഒരു മണിക്കിനാവിൻ്റെ എന്താ ചോദിച്ചാ? ട്രാക്ക് ഒന്ന് ഓഫ് ചെയ്ത് പാടാമോ? ഇവിടുന്ന് നമുക്ക് ഗിറ്റാർ ബാക്കിങ്ങിന് റിയാസ് ജി വായിച്ചു തരും. ആണോ? ഓ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, സെയിം പിച്ചിൽ തന്നെ. ഓക്കെ. ശരി, ഞാൻ പാടിക്കോട്ടെ. ഓ, പാടിക്കോളൂ. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു.
ഇടയ്ക്ക് മ്യൂസിക് വായിക്കുന്നുണ്ടോ? ഇടയ്ക്കുള്ള മ്യൂസിക് ഇല്ല. ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഓമനെ നീ എന്റെ അരികു വന്നു, ഓമനെ നീ എന്റെ അരികു വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടു വന്നു. വാനത്തിനിരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ, മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു, മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ആഹാ, നല്ല Thank you. ബ്യൂട്ടിഫുൾ പാട്ടാണ് കേട്ടോ പാടിയത്. എനിക്ക് Thank you. എവിടെയൊക്കെയോ എന്തോ എനിക്ക് ഫീൽ ചെയ്തു പി ജയചന്ദ്രൻ സാറിൻ്റെ ഒരു വോയിസിൻ്റെ സിമിലാരിറ്റി പോലെ. എനിക്ക് വോയിസ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എവിടെയോ എനിക്ക് അങ്ങനെ തോന്നി. ആണോ? താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഞങ്ങളെ ഞാന് വിളിച്ചത് പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ആ എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങളെ കേൾക്കുന്നതിലും ഞങ്ങളെ വിളിച്ചപ്പോൾ പാടിയതിലും ഒരുപാട് സന്തോഷം. ഇനി ഞങ്ങളെ വിളിക്കുക. ഒരു വെബ് കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അപ്പു എന്നാണ്. അപ്പു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എൻ്റെ സ്ഥലം വരുന്നത് ചടയമംഗലമാണ്, കൊല്ലം, ജഡായിപ്പാറ. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ആഹാ, ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണോ വിളിക്കുന്നത്? ആ ഓക്കേ, ശരി. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേൾക്കാം, പാടാനൊന്നും പറയരുത്. അപ്പൊ ആരാ പാടണ്ടേ? ഞാൻ ആരാ പാട്ടാ കേൾക്കണ്ടേ? നിങ്ങൾ പാടിയാ മതി. ഞങ്ങളാണോ പാടണ്ടേ? അപ്പൊ ഏത് പാട്ടാണ് ഞങ്ങൾ പാടേണ്ടത്? പാട്ടെന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ ചോദിക്കാ? ഏത് പാട്ടാ കേൾക്കാൻ ഇഷ്ടം? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എന്താ പറയാ, ഓമൽ ചിരിയോ ദിലീപിന്റെ. ഓമൽ ചിരിയോ, അതാണോ? ആ, അത് അറിയില്ല. എനിക്കത് കുറച്ചു വഴിയൊക്കെ കാണാതെ അറിയാം. എന്നാ പാടിക്കോ. പാടിക്കോ. ഓമൽ ചിരിയോ ചെമ്പകപ്പൂവിതളെല്ലാം കാണാനിവളോ അമ്പിളി പെൺകതിരല്ല, കണ്ണു കവി പാടുന്നു പ്രേമകഥയല്ല, കെട്ടഴിച്ച കാർക്കൂന്തൽ മുട്ടോളമേ ഇല്ല. അത്രേ അറിയൂ. അത്രേ അറിയില്ലോ. ആ, എന്തായാലും ഞങ്ങളെ വിളിച്ചല്ലോ, സന്തോഷം. താങ്ക് യു. ഓക്കേ. ഞാനിതേപോലെ ആർജ ആവാൻ വേണ്ടിട്ട് ഒരു വട്ടം ട്രൈ ചെയ്തതാ. ആണോ? ആ, ആഹാ, അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ആർജി ആകട്ടെ ഭാവിയിൽ. ഓക്കെ.
ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. അല്ല, ശരി. ആ പാട്ട് പാടി തരുന്നില്ലേ? ആ പാട്ട് എനിക്ക് അറിയില്ല അപ്പു. വേറെ പാട്ട് മതിയോ? വേറെ ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? അപ്പോൾ ഏത് ഒരു ഹിന്ദി പാട്ടാ പാടാം? ഹിന്ദി പാട്ടൊന്നും വേണ്ട, വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞു തന്നാ മതി, പാടി തന്നാ മതി. തമിഴ് പാട്ട്, മലയാളം പാട്ട്, ഏത് മലയാളം പാട്ടാണോ വേണ്ടേ? ആ മലയാളം ഏതായാലും മതി, നിങ്ങളെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം. ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാ വസീകര പാടാം. ഓ പാടിക്കോ. വസീകര കുറച്ചുകൂടെ പിച്ചു കൂട്ടി തരാമോ? വസീകര എൻ നെഞ്ചിനിക്ക് മുൻ പൊന്മടിയിൽ തൂങ്ങിനാൽ போதும் അതേ ഗണം എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏകങ്ങൾ തീരും ഞാൻ നേസിപ്പതും ശ്വാസിപ്പതും ഉന്തയമാൽ നാനേ ഏங்குகிறேன் தேங்குகிறேன் ഉൻ നിனைவாൽ നാനേടാ. ഹാപ്പി ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പോഴാണെന്ന് ഗോപേട്ടൻ ബീറ്റൊക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷെ നമുക്കൊരു കോളർ ഉണ്ട് ഗോപേട്ട. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് അല്ലേ. ഇതാരാണ്? റഷീദ്. ആ എനിക്ക് തോന്നി, പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഇനിയിപ്പോൾ അല്ലാന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിക്കാണ്ടിരുന്നത്. നേരത്തെ മാറിപ്പോയല്ലേ? നേരത്തെ മാറിപ്പോയിരുന്നു. ഓക്കെ റഷീദ് ക, ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ചേച്ചി, നമ്മളെ അടുത്തുള്ള ചേച്ചി സൂപ്പർ പാട്ട്. എന്തായാലും അധ്യാപികയാണെന്നുള്ളതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി അവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, നല്ല സൗണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്ത പാട്ട് രണ്ടുപേരും അടിപൊളിയായിട്ട് പാടി. സന്ധ്യയെ ചോദിച്ചത് റഷീദ് കെയാണ്. ഓ താങ്ക് യു. യെസ്, അപ്പോൾ റഷീദ് കെ ഏതാണ് പാടാൻ പോകുന്നത്? ഞാൻ ഈ പാട്ട് മുമ്പ് പാടിയെന്നും അറിയില്ല, വീണ്ടും റിപ്പീറ്റഡ് ആണോ അറിയില്ല. മുത്തുമണിത്തു പോലെ തരാന്നുള്ള ഞാൻ എന്തായാലും എനിക്ക് ഓർമ്മയില്ല. തിയേറ്ററിൽ കണ്ട പാട്ടാണ്, കവരോർ സിനിമ. ഓക്കെ. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നറുപൂവിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാൻ എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. അവിടെ പോയിട്ടില്ല. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമായി താലോലമായി. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമായി താലോലമായി. ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. കനിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലി നീർത്താൻ ഊഞ്ഞാലിടാൻ പൂപ്പാലയിൽ. കനിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലി നീർത്താൻ ഊഞ്ഞാലിടാൻ പൂപ്പാലയിൽ. തിങ്കൾ കൊതുമ്പിൽ പാലാഴി നീന്താൻ പൊന്നിളം കിളികളെ കളിയാടിവാ. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം.
നറുപൂവിതളിൽ മധുരം പകരാൻ ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാൻ എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളേ. അവിടെ ഫ്ലാറ്റായി പോകുന്നു. അപ്പം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നതിൽ സന്തോഷം. താങ്ക് യു. അപ്പം അടുത്ത ആഴ്ച പുതിയ പാട്ടുമായിട്ട് വരണം കേട്ടോ. തീർച്ചയായും. ഓക്കെ റഷീദ് ഖാ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്, സീമന്തരേഖയിൽ. ആ സോങ് നല്ല സോങ്ങാണ്. മൊയ്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഹിന്ദി സോങ് റാഫി സാബിൻ്റെ സോങ്സ് ചോദിച്ചിട്ടുണ്ട്. ആദ്യം സീമന്തരേഖയിൽ പാടാം. സീമന്തരേഖയിൽ വെച്ച് സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മേരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി. യെസ്. ഇനി റാഫി സാബിൻ്റെ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആനേസ് യൂസിക്ക് പാടാം. കുറച്ച് മേലെ പാടാം. आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा. आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबൂബാ. അനുപല്ലവി എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന് ട്യൂണ്. അടുത്തൊരു കോളറുണ്ട്. ഹലോ ഹലോ. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഇതാരാണ്? സിറാജ്. സിറാജ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ദുബൈയിൽ. ദുബായിൽ നിന്നാണ്. നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ്. അപ്പോൾ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? നിങ്ങളും അസ്കറും കൂടി പാടിയൊരു പാട്ടില്ലേ, നീ എന്റെ കിനാവ്. ഓ, ഇതിപ്പോൾ ഞങ്ങൾ അറിയുന്ന ആരോ ആണല്ലേ. നീ എൻ്റെ കിനാവ്. അത് ഇക്ക പാടോ ഞാൻ പാടണോ? എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ കേൾക്കലാണ്, പാടലില്ല. ഏതായിരുന്നു പാട്ട്? നീ എന്റെ കിനാവിൽ മനസ്സിലായി മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ലിറിക്സ് ആണ് ഓർമ്മ കിട്ടാത്തത്. ട്രൈ ചെയ്യാം. ഓക്കെ, ഹോൾഡ് ചെയ്യണോ? ആ ഹോൾഡ് ചെയ്തോളൂ. എനിക്ക് അറിയുന്ന വരെ ഞാൻ പാടാം. ഓക്കെ. നീ എൻ്റെ കിനാവിൻ്റെ അഴകാണു നീ, നീ മുഖമാണു നീ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ലിറിക്സ്. ഒരു രക്ഷയില്ല. ഈ പറയുന്ന പോലെ കുറച്ച് പഴയതായതുകൊണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നല്ല പാട്ടാണ്. സോറി. വേറെ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിക്കോളി. ഏതാണ്?
ഏതാണ് പാടേണ്ടത്? ഏത് ഏത് മണി? ഹിന്ദിയാണോ തമിഴാണോ മലയാളമാണോ ഇഷ്ടം? മലയാളം മതി. മലയാളം പാട്ടുകൾ തന്നെയാണ്. ഈ സമയത്ത് ഹിന്ദിയും തമിഴൊന്നും കേൾക്കാനാവൂല. ആവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലയാളം പാടാം. ഓക്കെ, പാടിക്കും. ശ്രാവണചന്ദ്രിക. നല്ല സോങ് ആണ് കേട്ടോ വരാൻ പോകുന്നത്, കേട്ടോളൂ. ശ്രാവണ ചന്ദ്രിക പൂജൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതിയ കവിത പകർത്തി വെച്ചു, അന്നതു ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി, ശ്രാവണ ചന്ദ്രിക പൂജൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഹലോ, കേട്ടിട്ടുണ്ട്. കേട്ടു. സൂപ്പറായി പാടിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് രഞ്ജന ചേച്ചിയാണ് പാടി തന്നത് കേട്ടോ. സൂപ്പറായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങളെ വിളിച്ചതിൽ സന്തോഷം. ഇനി നമ്മളെ കേൾക്കുക, വിളിക്കുക കേട്ടോ. ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പാടാനായിട്ടും വിളിക്കാം. 800147 ആണ് UA ടോൾ ഫ്രീ നമ്പർ. വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേൾക്കാം. മറ്റൊരു കോളറുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു പാടാം നമുക്ക് പാടാം. ഇതാരാണ്? ഷൗക്കത്ത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ദുബായിൽ നിന്നാണ്. നാട്ടിലെവിടെയാ? കോഴിക്കോടാണ്. ഓക്കെ, ഫാമിലി ഒക്കെ നാട്ടിലാണോ അതോ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഓഫായിരുന്നോ അതോ ഡ്യൂട്ടിയിലാണോ? കഴിഞ്ഞു. നാളെ ഓഫാണോ? ഇന്നലെ കഴിഞ്ഞു. ഓ ശരി. അപ്പൊ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ഏതാ? ഇരുഹൃദയങ്ങൾ. ഓക്കെ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസരങ്ങളിൽ കൊക്കുകൾ ചേർത്ത് പടം കഴിഞ്ഞ കേട്ടോ. നല്ല പാടാനുള്ള കോൺഫിഡൻസോട് കൂടി വന്നു. പക്ഷെ എനിക്ക് പാടാനില്ല. അങ്ങനെ വിചാരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പാടിയ ശരിയാവോ എന്നുള്ള ചിന്ത വേണ്ട. നിങ്ങൾക്കുള്ള പരിപാടി ഞാൻ പാടാണോ എനിക്ക് പാടാൻ കഴിഞ്ഞ എന്താ അറിയില്ല. അതെ, അപ്പൊ സാരല്ല. ചിലപ്പോ ഇന്നെന്തെങ്കിലും ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ആഴ്ച എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ശനിയാഴ്ചകളിലാണല്ലോ നമുക്ക് ഈ പരിപാടി ഉള്ളത്. വെള്ളിയാഴ്ച മുതൽ സൗണ്ട് റെസ്റ്റ് ചെയ്തോ, എന്നിട്ട് ശനിയാഴ്ച നമ്മളെ വിളിച്ച് പാടിയാൽ മതി. ഓക്കെ ഓക്കെ ഷൗക്കത്ത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമൊക്കെ വിളിച്ചല്ലേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചന്ദനക്കാറ്റെ ചോദിച്ചിട്ടുണ്ട്. കബീദ് KB നല്ല സോങ്ങാണ്, നമുക്കതൊന്ന് പാടാം.
കോളറുണ്ടോ? ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ധാരാണ്? ഷാന യൂസഫാണ്, റാസൽ ഖൈമ. യൂസഫ്, റാസൽ ഖൈമ. നാട്ടിലെവിടെയാണ്? നാട്ടില് ഇപ്പം ചെർപ്പുളശ്ശേരിയിലാണ്, ശരിക്കും പട്ടാമ്പയാണ് പ്രോപ്പർ. ഇപ്പൊ ചെർപ്പുളശ്ശേരിയാണ് താമസം. ഓഹോ, ഓക്കെ. ഞാൻ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ. പാട്ട് പാടാൻ പറയരുത്. ഇഷാന ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതി. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ട്. ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. സന്തോഷം. കുളി പോലും കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുളിയുള്ള പരിപാടിയല്ലേ ഉള്ളൂ. ഓ, സന്തോഷം. ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്. ഒരു ഹിന്ദി ആണെങ്കിൽ നന്നായിരുന്നു. ഹിന്ദി അങ്ങനെയാണെങ്കിൽ റാഫി ഏതെങ്കിലും സോങ് ഹിന്ദി? എനിക്ക് പിന്നെ റാഫി സാഹിബിന്റെ പാടിയാ മതി. റാഫി സാഹിബിന്റെ പാട്ടാ? അങ്ങനെ അതല്ലെങ്കിൽ കുമാർ സോണു, ഏതെങ്കിലും ഒന്ന്. ഏതാ പാട? ബഹാരോ ഭൂൽ ബർസാവോ പാടിയാലോ? ഓ, അടിപൊളി അടിപൊളി. അതന്നെ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ലിറിക്സ് ഒന്ന് എടുത്തിട്ട് നമുക്ക് പാടാം. ഓക്കെ ഓക്കെ. ഏതാ പിച്ച്? ബഹാരോ ഭൂൽ ബർസാओ मेरा महबूब आया है, मेरा महबूब आया है, बहारो भूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है। ओ लाली फूल की मेहंदी लगा इन गोरी हाथों में, उतर आए घटा का जल लगा इन प्यारी आँखों में, सितारों मांग भर जाओ मेरा महबूब आया है, मेरा महबूब आया है, बहारों भूल बरसाओ मेरा महबूब आया है, मेरा महबूब आया है. ഹലോ. ഹലോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഞങ്ങളെ വിളിച്ചാൽ എന്താണെന്നറിയോ, ഇത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് വലിയ പ്രയാസമാണ്. സത്യം പറഞ്ഞാൽ ജോലിയിലാവും. വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇഷാന്റെ ശബ്ദം തന്നെ മൂസായിട്ട് കേട്ടിട്ടില്ല. താങ്ക് യു. താങ്ക് യു. ഒരുപാട് സന്തോഷം ഞങ്ങളെ വിളിച്ചാൽ കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പോൾ ചന്ദനക്കാറ്റ് എന്ന പാട്ടാണ് നമ്മളിനി പാടാൻ പോകുന്നത്. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൽ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ. ഓർത്തിരുന്നു നിന്നെ, കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ലേ. ഓർത്തിരുന്നു നിന്നെ, കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. കണ്ണീരിൻ മണികൾ പോലും നറുമുത്തായി മാറ്റും ഗാനം നീ പാടാമോ, ചന്ദന
ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ചന്ദനക്കാറ്റേ. യെസ്, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഒരുപാട് അങ്ങനെ പാട്ടുകൾ റിക്വസ്റ്റ് വരുന്നുണ്ട്. രണ്ടുപേരും അടിപൊളിയായി പാടി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പി ലത്തീഫാണ്. ജേക്കബ് ജോൺ ഫ്രം റിയാദ്, താങ്ക് യു ഫോർ ലിസണിങ്. സിജാസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. അപ്പോൾ പല ആളുകൾക്കും പല പാട്ടുകളുടെ ടേസ്റ്റാണ്. ചിലവർ പറയും ഹിന്ദി പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമെന്ന് പറയും, ചില ആളുകൾ മലയാളം പാട്ടുകൾ പറയാറുണ്ട്. അങ്ങനെ എല്ലാ പാട്ടുകളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓഡിയൻസാണ് നമുക്കുള്ളത്. അപ്പോൾ മാക്സിമം ഞങ്ങൾ എല്ലാ പാട്ടുകളും ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവസാനത്തെ ഒരു 15 മിനിറ്റാണ് ബാക്കിയുള്ളത്. വേഗം സമയം പോയി. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനായിട്ട് വിളിക്കാം 80001476. നിങ്ങൾക്ക് പാടാം ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള ഭാഷയിൽ പാടാം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വോയിസിലാണ് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ വിളിക്കേണ്ട നമ്പറാണ് 80001476. മറ്റ് GCC രാജ്യങ്ങളവർക്കും നമ്മളെ വിളിക്കാം. ഫ്രീ ആയിട്ട് വിളിക്കാൻ വെബ് കോൾ ഉണ്ട്. 00971508281476 PNP എന്ന മെസ്സേജ് അയച്ചാൽ മതി. ഞാനിപ്പോൾ ഈ പറയുന്ന നമ്പേഴ്സ് കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ലൈവ് ഉണ്ട്. ആ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ സ്ക്രോളിംഗ് ആയിട്ട് പോകുന്നുണ്ട്, അതിൽ നോക്കി വിളിക്കാവുന്നതാണ്. നമ്മളോടൊപ്പം ഒരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, കാസിമാണ്. കാസിംകയാണ്. പാട്ട് പാടാനാണോ അതോ കേൾക്കാനാണോ? പാട്ട് ഇന്ന് പാടുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പും അതിന് മുമ്പൊക്കെ നമ്മളൊക്കെ പാടിയതാണ്. ആഹാ, അപ്പോൾ പാട്ട് പാടിപ്പിക്കാനാണ്. ഗസ്റ്റ് ആരെല്ലാം ഉണ്ടോ? ഇന്ന് ഗസ്റ്റ് ഉണ്ട്. ആരാണ്? രഞ്ജിനി ചേച്ചി ഉണ്ട്. കേൾക്കാറില്ല, അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അതെ, ആഹാ, ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ആരാണ്? രഞ്ജിനി സുധീരൻ. നല്ല സിംഗറാണ്, വോയിസ് ആർട്ടിസ്റ്റ് ആണ്, മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട്. അതെ, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ഏതാണ് കേൾക്കേണ്ട പാട്ട്? നല്ലൊരു ഈവനിങ് ആയിക്കോട്ടെ. ആപ്പ് കി നസറോമേ എന്നുള്ള ഹിന്ദി പാട്ട് പാടാൻ പറ്റുമെങ്കിൽ അത് നന്നായിരുന്നു. ഉറപ്പായിട്ടും പാടാം അല്ലേ? മനസ്സിലായി പാട്ട് ഏതാണ്? മനസ്സിലായി. ആപ്പ് കി നസറോനെ എന്തായാലും ചേച്ചി പാടിത്തരും. അറിയാം. ഓക്കെ. കുറച്ചുകൂടെ മേലെ. आपकी नजरों ने समझा प्यार के काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा प्यार की काबिल मुझे, दिल की धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा। जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला, कह रही है हर नजर बंदा परवर शुक्रिया, से अपनी जिंदगी में कर लिया शामिल मुझे, आपकी नजरों ने समझा प्यार की काबिल मुझे, आपकी नजरों ने समझा. ഓക്കെ, കേട്ടിട്ടുണ്ടാവുമെന്ന് ഇപ്പോൾ കരുതുന്നു. അടുത്തൊരു കോളറുണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു പാടാം നമുക്ക് പാടാം. ഏതാണ് പാടാൻ പോകുന്ന പാട്ട്? ഇതാരാണ് വിളിക്കുന്നത്? സോറി, ഞാൻ അത് ചോദിച്ചില്ല. എൻ്റെ പേര് ശശി. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ദുബായിലാണ്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ തൃശ്ശൂര്. തൃശ്ശൂരാണ്. ഓക്കെ. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ പല്ലവിന്ന് പാടാം. 5 ശരങ്ങളും പോരാതെ മന്മഥൻ. ഓക്കെ ഓക്കെ, ഞാൻ റേഡിയോയിൽ ആദ്യമായിരുന്നു പറഞ്ഞേട്ടാ. ആണോ? അതെ, ഇവിടെ UAE 37 കൊല്ലായി. ആ ഹാ ഹാ ഹാ. ഞാൻ കേൾക്കാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു മുമ്പ് എല്ലാം ആ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പാടാന്ന് കരുതിയല്ലേ? അന്ന് വിളിച്ച് പാടാന്ന് വെച്ചു. നമ്മൾ റൂമിലൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ പാടും. അതൊരു ഓഹോ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷോ ആണ്, അപ്പോൾ എന്തായാലും പാടണം. അപ്പൊ ഞാൻ കുറച്ച് പാട്ട് പാടാം. കുറച്ച് ഞാൻ ചില പല്ലവി. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി സായകമാക്കി, പുഞ്ചിരി സായകമാക്കി. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി സായകമാക്കി, പുഞ്ചിരി സായകമാക്കി. 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ, 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാക്കി, നിൻ തേൻമൊഴി സാധകമാക്കി. മതിയാ? നന്നായി പാടിയല്ലോ. നല്ല രസമുള്ള പാട്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ പാടി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത ആഴ്ച കുറച്ചും കൂടെ പാടണം കേട്ടോ. അടുത്ത ആഴ്ച പാടാം. ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് കിട്ടുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ ഇപ്പൊ കണ്ടതാണ്. ആ അപ്പോൾ എന്തായാലും വിളിച്ചു നോക്കിയതാ. അപ്പോൾ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ലെങ്ത്തിൽ പാടണം. ഇത് എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്? 9 മണിക്കാണ്. 9 മണിക്കല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 2 മണിക്കൂറുണ്ടല്ലോ. 9, 10, 11 വരെയുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ കുറച്ച് പാട്ടിനപ്പോ കേട്ടായിരുന്നു, ഹിന്ദിയിലൊക്കെ കേട്ടായിരുന്നു. അവളെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ സ്മൂളിലൊക്കെ പാടുന്ന ആളാ. അപ്പൊ എന്തായാലും ഏകദേശം ഒരു സ്മൂളിലൊരു 8,000 സോങ് ഒക്കെ നമ്മള് പാടിയിട്ടുണ്ട്. റിക്വസ്റ്റും ഇതൊക്കെ ആയിട്ട്. ശരി, അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി, അപ്പോൾ നമുക്കിങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ വിളിക്കേണ്ടവർ 80011476 വിളിക്കാം. മറ്റ് GCC രാജ്യങ്ങളിലും വിളിക്കാം. 009714525147 വെബ് കോൾ ചെയ്യാനാണെങ്കിൽ 00971508281476 PNP എന്ന മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് കൂടെ പോകാം അല്ലേ? ഏത് പാട്ടാണ് ഇനി നമുക്ക് പാടാനുള്ളത്? നമുക്ക് സജഷൻസ് വന്നിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. ഞാനൊന്നിങ്ങനെ പാട്ടിൽ മയങ്ങിപ്പോയി. ഹായ് മുജി കബീദ് തംസപ്പും ഒരു ഹാർട്ടും തരുന്നുണ്ട്. ലത്തീഫ് KV താങ്ക് യു. ഒരു കോളറുണ്ട് അല്ലേ? ഒരു കോളറുണ്ട്. ഹലോ കട്ടായോ? വലൈക്കും അസ്സലാം. ധാരാണ്? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഇർഷാദ് അബുദാബി. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? കൊറേ മുന്നാണ്. പിന്നെ എന്താ വിളിക്കാഞ്ഞേ? പിന്നെ സത്യം പറഞ്ഞാൽ റേഡിയോ ഇതിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. വണ്ടിയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കുറച്ചു കാലം അങ്ങനെ പോയി പിന്നെ കേൾക്കാതെ. അതെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയും വിളിക്കാം കേട്ടോ. അപ്പോൾ ഏത് പാട്ടാണ് അർഷാദ് പാടാൻ പോകുന്നത്? പാടിപ്പിക്കാനാണ്. ശരി. അപ്പോൾ ഏതാണ്? ഓ, ആഫരീൻ. നല്ല പാട്ട്, എനിക്കിഷ്ടമുള്ള പാട്ടാണ്. കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പാടിയിട്ടില്ല അങ്ങനെ. ഇല്ല, അങ്ങനെ പറയില്ല കൽബേ. ആഫരീൻ അല്ലേ? ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം.
ऐसा देखा नहीं खूबसूरत कोई, जिस्म जैसे अजंता की मूरत कोई, जिस्म जैसा अല്ല അങ്ങനല്ല, जिस्म जैसा निगाहों पे जादू कोई, जिस्म नगमा कोई, जिस्म खुशबू कोई, जिस्म जैसे महकती हुई चांदनी, जिस्म जैसे मचलती हुई रागनी, जिस्म जैसे खिलता हुआ एक चमन, जिस्म जैसा कि सूरज की पहली किरण. അത്രേ അറിയുന്നുള്ളൂ. ആഫരി 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 ആഫരി. അത്രേ അറിയുന്നുള്ളൂ. എനിക്ക് അറിയുന്ന പാട്ട്, പക്ഷേ ഇപ്പം എനിക്ക് പാടാൻ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഇത് ഞാൻ പഠിച്ച് പാടുന്നതായിരിക്കും കേട്ടോ. പോയോ? എൻ്റെ ആഫരീനൊക്കെ കേട്ട് പോയി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് അടുത്ത പ്രാവശ്യം പാടുന്നതായിരിക്കും. എനിക്ക് ഇഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ നമുക്കത് പാടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയാണ്? 10:53 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ പാടി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം. ഏതാണ്? കാറ്റിലിടാം, കാറ്റിൽ. ആത്മവിപഞ്ചികയിൽ മധുമാസ പഞ്ചമിയിൽ, ആത്മവിപഞ്ചികയിൽ മധുമാസ പഞ്ചമിയിൽ, അന്നു മാലിനി തീരത്ത് ശകുന്തള പാടിയ മായാമോഹനഗാനം, മാലിനി തീരത്ത് ശകുന്തള പാടിയ മായാമോഹനഗാനം, ഇതാ 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 ആ കാറ്റിൽ, ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാണാക്കുയിൽ പാടും കളമുരളി ഗാനം. പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പാട്ട് നീ മുകിലോ, അത് നമുക്ക് പാടിയാലോ? നീ മുകിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെന്റെ ചേതന നിറയും അതിശയകരഭാവം. നീ മുകിലോ പുതുമഴമണിയോ തൂവേലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമെന്നിതാണെന്റെ ചേതന ഉയിരിൽ നിറയും അതിശയകരഭാവം. നല്ലൊരു പാട്ടാണല്ലേ? ഒന്നുകൂടെ പാടുന്നോ? നീ എന്നോരാനത്തിൻ
അതിശയകരഭാവം. ഇനി കുറച്ച് നമുക്ക് ഫാസ്റ്റ് സോങ്സ് പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അവസാനം അങ്ങനെ ഒരു പാട്ട് പാടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഏതാണ് നമ്മൾ പാടാം? കുറച്ച് ഇങ്ങനെ ഒരു മെഡ്ലി പോലെ പാടാം. ഏത് പാടാൻ പറ്റും? ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് വെച്ച് തുടങ്ങിയാലോ? ഏതാ പാടുക? എന്തെങ്കിലും സജഷൻ ഉണ്ടോ റിയാസ് ജി? പെട്ടെന്ന് 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. ആ സെറ്റ്. ഞാനൊരു പാട്ടി തുടങ്ങാം. അതിൽ മാച്ചാവുന്ന താളത്തിൽ ഏതെങ്കിലും. ഹിന്ദിയോ മലയാളമോ എങ്ങനെയാണേലും മലയാളം പാട്ടുകൾ പാടാം. ഇപ്പോൾ ഒരു മധുരയ്ക്ക് ഞാൻ വെച്ച് നമുക്ക് തുടങ്ങാം. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഇത് വന്നോ? ആലാരെ ഗോവിന്ദ ആരെ ഗോവിന്ദ അമ്മാടി പാട്ടിന്റെ മേളം താ. ആലാരെ ഗോവിന്ദ ആരെ ഗോവിന്ദ അമ്മാടി പാട്ടിന്റെ മേളം താ. ഇടിമിന്നലടിക്കും വേഗത്തിൽ മിന്നി മിനുങ്ങും ഗോവിന്ദ. തങ്കരടത്തിൽ പാഞ്ഞത്തെ മംഗളമരുളും ഗോവിന്ദ. ഏ പോലെ പോലെ താരോ ദിത്താരോ തൊട്ടെന്നാൽ മേലോ മേലോ തഞ്ചിൽ തൊള്ളാട്ടം. ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ. ആലോല തിരുട്ടാരാ ഗോവിന്ദ. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ. ആലോല തിരുട്ടാരാ ഗോവിന്ദ. യെസ്, ഗുഡ് നൈറ്റ്. റേഡിയോ കേരളം 1476 AM പാടാം നമുക്ക് പാടാം എന്ന ഷോവുമായി ഞാൻ ഹിഷാന, രഞ്ജിനി സുധീരൻ ആൻഡ് നമ്മളോടൊപ്പം റിയാസ് ജി ആൻഡ് ഗോപേട്ടനും ഉണ്ടായിരുന്നു ബാക്കപ്പ് ചെയ്യാനായിട്ട്, ബാക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു ഈവനിങ്. നിങ്ങൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കേട്ടുമുട്ടാം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റേഡിയോ കേരളം 1476 AM പാടാം നമുക്ക് പാടാം. ഗുഡ് നൈറ്റ്. നമുക്ക് പാടാം.